മമതയ്ക്ക് പ്രശ്നമല്ല. മമത വളരെ ഒരു മടിയും കൂടാതെ ആരെടുത്തും ഇംഗ്ലീഷ് പറയും. മമതയ്ക്ക് അതിന് യാതൊരു പ്രശ്നവും. ഇതിപ്പോ ആരെയും ഭയക്കേണ്ട കാര്യമല്ലോ. കാര്യം അവര് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ജനങ്ങളുമായിട്ടുള്ള കണക്ട് തന്നെ. അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്, ഇത്രയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ് ഉള്ളൊരു ലീഡർ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എഫ്ഐആറിനകത്ത് 60 ലക്ഷം പേര് ഡിലീറ്റഡ് ആവുകയും 60 ലക്ഷം പേര് അണ്ടർ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിൽ, അങ്ങനെ ഇളവ് വന്നില്ലെങ്കിൽ ഏകദേശം 20 ലക്ഷം തോളം പേർക്ക് ഹിയറിംഗ് ഈ ഇലക്ഷന് മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു അസസ്മെന്റ്. SIR കൊണ്ടുവന്ന BJPക്ക് എതിരെ വോട്ട് ചെയ്യണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ആഹ്വാനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഏറ്റവും വലിയ ഇഷ്യൂ SIR തന്നെയാണ്. ഡൽഹിയിലുള്ളവരുടെ കൺട്രോളിലായിരിക്കും ബംഗാൾ ഇലക്ഷനിലോട്ട് പോകുന്നത് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. തൃണമൂലിനകത്തുള്ള ഹിന്ദു വോട്ട്സ് കിട്ടുക എന്നുള്ള അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശ്രമം. പ്രത്യേകിച്ച് കൽക്കട്ട പോലൊരു സ്ഥലത്ത് തൃണമൂൽ വളരെ സ്ട്രോങ് ആണ്. തൊഴിലില്ലായ്മ വെച്ചൊരു ആന്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? തൊഴിലില്ലായ്മ പ്രശ്നം വെച്ചാൽ മമത ഉണ്ടാക്കിയതല്ല തൊഴിലില്ലായ്മ. മമത പറയുന്നത് ഏകദേശം 84-85% ആളുകളെ മൊത്തം ബംഗാളിൽ 85% ആളുകൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കീമിന്റെ ബെനിഫിഷ്യറി ആണെന്ന്. നമസ്കാരം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലൊന്ന് പശ്ചിമ ബംഗാളാണ്. കേരളത്തിൽ ഏപ്രിൽ 9 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23, ഏപ്രിൽ 29 തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എന്താണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതി? ഇത് വിലയിരുത്താൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ദി ടെലിഗ്രാഫ് ദിനപത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന, ദീർഘകാലം എഡിറ്ററായി പ്രവർത്തിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ R. രാജഗോപാലാണ്. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. രാജഗോപാൽ, സ്വാഗതം. എനിക്ക് ആദ്യം അറിയാനുള്ളത്, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചപ്പോൾ പൊതുവിൽ എന്താണ് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മനോഭാവം, അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഈ തിരഞ്ഞെടുപ്പ് 2 ഘട്ടത്തിൽ മാത്രമായിട്ട്, 2 തീയതികളിൽ മാത്രമായി നടക്കുന്നത് വളരെ അപൂർവമാണ്. നേരത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 ഘട്ടമായിട്ടായിരുന്നു. പിന്നീട് അത് ഇത്തവണയെങ്കിൽ 4 ഘട്ടമായിട്ടായിരിക്കും എന്നൊക്കെ കേൾവിയുണ്ടായിരുന്നു. പക്ഷെ അത് 2 ദിവസത്തേക്ക് മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. അത് ഇത്രയും വലിയൊരു സംസ്ഥാനത്ത്, 294 സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് ഈ 2 ദിവസം കൊണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നാം. അത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കാണുന്നത്? അതെ, കഴിഞ്ഞ തവണ 2021 ഈ 8 റൗണ്ടായിട്ട് അനൗൺസ് ചെയ്തപ്പോ അന്നും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നേരെ തിരിച്ചായിരുന്നു അത്ഭുതം. അപ്പൊ അന്നത്തെ ഇന്റർപ്രിട്ടേഷൻ അത് BJPയുടെ അന്നത്തെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ നരേന്ദ്രമോദി തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മാക്സിമം ക്യാമ്പയിൻ ചെയ്യാൻ സമയം കിട്ടണം എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പൊ 2 ദിവസം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ 2 ദിവസം മാത്രം അപ്പോഴേക്കും ക്യാമ്പയിൻ നിർത്താം, മറ്റേ സ്പ്രെഡ് ഇറ്റ് ഔട്ട്. അപ്പൊ ആദ്യം ഉള്ള ഫേസിൽ സീറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഫേസിൽ അങ്ങനെ അത് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏകദേശം 38-40 മീറ്റിങ്ങുകൾ, അതൊരു അസംബ്ലിയിൽ ഒരു പ്രധാനമന്ത്രി ഒരു അസംബ്ലി ഇലക്ഷൻ ഒരിക്കലും ചെയ്ത് കണ്ടിട്ടില്ലാത്ത, അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ഏകദേശം 40 മീറ്റിംഗ് അവർ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നതാണ്, അവർ തമ്മിൽ അറ്റൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നില്ല ഒരു നിയമസഭാ ഇലക്ഷനിലും ഒരു പ്രധാനമന്ത്രിയും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് അതിനെക്കുറിച്ച് മമതാ ബാനർജിക്കും വലിയ പരാതി ഉണ്ടായിരുന്നു, ഇത്രയും നീട്ടിക്കാണ്. അത് മാത്രമല്ല, അത് ബംഗാളിനെ കരുതേച്ച് കാണിക്കാനാണ്. ബംഗാളിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാടുമായിട്ട് നോക്കുമ്പോൾ തമിഴ്നാടിനെക്കാട്ടി കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിലും അത്ര കൂടുതലല്ല, മോറലെസ് നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പൊ തമിഴ്നാട്ടിൽ വളരെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വരുമ്പോഴേക്കും ഇവിടെ ഇത്രയും വരുന്നത് മനഃപൂർവ്വം കരുതേച്ച് കാണിക്കാനെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു തവണ. പക്ഷെ ഇത്തവണ ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, എനിക്ക് തീർച്ചയായില്ല എന്താണ് കാര്യം എന്നുള്ളത്. പക്ഷെ റിയാക്ഷൻ വെച്ച് നോക്കുമ്പോൾ തൃണമൂലും BJPയും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം CPM പറയുന്നത് കുറച്ചും കൂടി, CPM കോൺഗ്രസും പറയുന്നത് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യേണ്ട. പ്രത്യേകിച്ച് അത് പറയാനൊരു കാര്യം, കഴിഞ്ഞ തവണ ഇല്ലാത്തൊരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ SIR എന്ന് പറയുന്ന സംഭവമാണ്.
ഇപ്പൊ SIR-നകത്ത് 60 ലക്ഷം പേര് ഡിലീറ്റഡ് ആവുകയും 60 ലക്ഷം പേര് അണ്ടർ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിൽ. അപ്പൊ ഡിലീറ്റ് ചെയ്തവർക്ക് അവർക്ക് പുതുതായിട്ട് അപേക്ഷിച്ച് രേഖകൾ കയ്യിലുണ്ട്. ഈ പറയുന്ന 12 രേഖകളിൽ ഒരു രേഖ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേര് തിരിച്ചു ചേർക്കാം. പക്ഷെ അതേസമയം അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നുള്ളവർക്ക് ഹിയറിംഗ് കഴിയാതെ ചേർക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പല പത്രങ്ങളും ഇവിടെ അവരുടെ അസസ്മെന്റ് വെച്ചിട്ട് അപ്പൊ 60 ലക്ഷം പേരാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത്. അതിൽ 10 ലക്ഷം പേര് കഴിഞ്ഞ ഒരാഴ്ചയിൽ അവരുടെ ഹിയറിംഗ് പൂർത്തിയായി. അപ്പൊ ആ റേറ്റിലാണ് പോകുന്നതെങ്കിൽ ഇലക്ഷൻ, അതായത് 9-ാം തീയതിയാണ് ഇവിടെ നോമിനേഷന്റെ അവസാനത്തെ തീയതി. അപ്പൊ ഇതുവരെയുള്ള നിയമം വെച്ച് നോമിനേഷൻ തീരുന്ന ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റില്ല എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഇതാണ്. അപ്പൊ ഇനിയിപ്പോ SIR ഉള്ളതുകൊണ്ട് ഇനി അതിന് വല്ല ഇളവ് വരുമെന്ന് അറിയില്ല. അങ്ങനെ ഇളവ് വന്നില്ലെങ്കിൽ ഏകദേശം 20 ലക്ഷം തോളം പേരുടെ പേർക്ക് ഹിയറിംഗ് ഈ ഇലക്ഷന് മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു അസസ്മെന്റ്. പക്ഷെ അവര് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ റിട്ടയർഡ് ജഡ്ജസ്മാരൊക്കെ വിളിച്ച് ഹിയറിംഗ് അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എക്സ്പെഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു അണ്ടർ അഡ്ജുഡിക്കേഷൻ വോട്ടറാണ്. അപ്പൊ ഞാൻ ഹിയറിംഗിന് 2 ആഴ്ചയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ തീയതി. അപ്പൊ കിട്ടിക്കഴിഞ്ഞാല് ചെയ്യല്. അപ്പൊ ഇതൊരു വലിയൊരു ഫാക്ടർ. അപ്പൊ ഇതുകൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത് കൂടുതൽ സമയം അനുവദിക്കേണ്ടതായിരുന്നു. കാര്യം അല്ല, അപ്പൊ ശരിക്കും ഇതിന്റെ സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ അവസാന ദിവസം ആകുമ്പോഴേ പട്ടിക കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ദിവസമാണ് ഇവിടെ സ്ഥാനാർത്ഥി അവസാന ദിവസം. April 9 ഇപ്പോഴത്തെ ആ ദിവസം ആകുമ്പോഴേക്കും ഈ SIR പ്രക്രിയ പൂർത്തിയാവില്ല എന്ന് തന്നെയാണ്. ഞാൻ 20 ലക്ഷം പേരെങ്കിലും അപ്പോഴും പെൻഡിങ് ആണെന്നാണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നമ്മൾ അസസ്മെന്റ്. പിന്നെ ഭയങ്കര അതിനിടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് അവർ ഒരുപാട് ജഡ്ജസ്മാരെ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര സ്പീഡപ്പ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാണ് അങ്ങനെ അല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഇത്തവണ ഞങ്ങൾ ഇളവ് കൊടുക്കുന്നു, അവസാന നിമിഷം വരെ പേര് ചേർക്കാമെന്ന് പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ 23 മുമ്പ് വരെ 20-ാം തീയതി വരെ ചെയ്യുന്നു പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സാവകാശം കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ട്. ഇത് റിസൾട്ടിനെ എങ്ങനെ ബാധിക്കുന്നു വലിയ ആശങ്കയുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത് ഇത്രയും പേർ പുറത്താവുക എന്നത് ഒരു വശം മാത്രവുമല്ല, അത് മറ്റേതെങ്കിലും തരത്തിൽ അതിൽ തെറ്റായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്നും പരിശോധിക്കാനോ അന്തിമമായി അതിലൊരു തീർപ്പ് കൽപ്പിക്കാനോ സാവകാശമില്ലാതെ നമ്മൾ വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രത്യേകിച്ച് മമതാ ബാനർജി അതിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത് സ്വന്തം നിലക്ക് തന്നെ സുപ്രീം കോടതിയിൽ പോയി വാദിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ, വോട്ടെടുപ്പ് പ്രക്രിയയെ ഒക്കെ തന്നെ ഈ SIR എന്ന് പറയുന്ന ആ ഭൂതം അത് ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്നത് മനഃപൂർവ്വമാണോ അല്ലയോ നമുക്ക് ഊഹാപോഹങ്ങളൊക്കെയാണ്. പക്ഷെ നാച്ചുറലി ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ. അത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിനോട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ അത്ര വിദ്യാഭ്യാസം സാക്ഷരത ഉള്ള സ്ഥലമല്ല ബംഗാൾ. അപ്പോ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന സാക്ഷരയില്ലാത്തവരുടെയും പാവങ്ങളുടെയും കയ്യിൽ രേഖകളില്ലാത്തവരും, അല്ലെങ്കിൽ കേരളത്തിലെ ജോലിക്ക് വന്നവരുടെ കുടുംബനാഥന്റെ കയ്യിലായിരിക്കും ചിലപ്പോ കയ്യിൽ രേഖകൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സമയത്തവർക്കൂടെ വരാൻ പറ്റില്ല, ഇങ്ങനെയുള്ള. അപ്പൊ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഓവറോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലും ന്യൂനപക്ഷങ്ങളുള്ള, അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഒരു ഉദാഹരണം പറയുന്ന, ഇവിടെ ഒരു 104 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹം എല്ലാ ഇലക്ഷനിലും വോട്ട് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഷേഖ് ഇംതിയാസ് എന്നോ, പേര് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ പേര് SK ഷേഖ് ഇംതിയാസ് എന്നുള്ള ഇത്തവണ വന്നപ്പോൾ അദ്ദേഹത്തെ പേര് ഇംതിയാസ് ഷേഖ് എന്നായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് രാജഗോപാലൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതേക്കുറിച്ച്. അതെ, അതിനെ കുറിച്ച്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതൊരു 104 വയസ്സായുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം നേരിട്ട് പറയണമെന്നില്ല, ചില ബന്ധുക്കൾ പറഞ്ഞു കൊടുത്തായിരിക്കും പേര്, അല്ലെങ്കിൽ എഴുതിയെടുക്കുന്ന ആൾക്കും അവര് വളരെ പ്രഷറിലാണ് ഇവര് ജോലി ചെയ്യുന്നത്, ഈ ജീവനക്കാർ. അപ്പൊ എഴുതിയെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇന്ത്യയിൽ സാധാരണ സംഭവമല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ എത്രയോ കേസുകൾ നമുക്കറിയാം. അത് പിന്നീട് വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇത് ന്യായമായും അങ്ങനെ വരുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു മറുവശമുള്ളത്, ഇതിപ്പോ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും തൃണമൂലിനെ തന്നെ ആയിരിക്കും ബാധിക്കുക, ഇവരൊന്നും തിരിച്ചു വന്നില്ലെങ്കിൽ. ഇതുപോലെ തന്നെ BJP വളരെയധികം ആശ അർപ്പിച്ചിരുന്ന
ചില സീറ്റുകൾ 6-7 സീറ്റുകളിൽ മാതുവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് പണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്നു. അപ്പൊ ഇവരിൽ പലർക്കും രേഖയില്ലാത്തത് കാരണം അവരുടെ പേരും വന്നിട്ടില്ല. അപ്പൊ അവരും വളരെ ഇതിനെക്കുറിച്ച് വളരെ ആശ. അപ്പൊ അത് BJP അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ, അപ്പൊ ന്യായമായ രീതിയിൽ മമതയ്ക്കായിരിക്കും കൂടുതൽ ഈ വോട്ട്, കാര്യം കൂടുതൽ സീറ്റുള്ളവർക്കായിരിക്കുമല്ലോ അത് കൂടുതൽ. അതെ, അത് മാധവ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവര് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നില്ലേ ഒരു ഘട്ടത്തിൽ? ഇപ്പോൾ BJP അവർ ഇപ്പോൾ CAA നടപ്പാക്കിയതിന് ശേഷം അവർക്ക് പൗരത്വത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തോ ഉറപ്പ് കിട്ടിയ നിലയിലാണ് ഇപ്പോൾ അവർ കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതേസമയം NRC വന്ന സമയത്ത് അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അവർ പിന്നെ അതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഫൈനലി എന്താണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ലീനിയേജ് ഇപ്പോൾ BJP-യോടാണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയോട്? എന്താണ് 17% അവർക്ക് പ്രാതിനിധ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിർണായകമാകും അവരുടെ നിലപാട്. എന്താണത് ഏറ്റവും ഒടുവിൽ? തീർച്ചയായിട്ടും ഒരു 2014 തൊട്ട് തീർച്ചയായിട്ടും ഒരു BJP-യുടെ കൂടെയാണ് അവർ. ലാർജ് സെക്ഷൻ മുഴുവനെന്ന് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും BJP-ക്ക് തന്നെയാണ് അവർ മുൻകൂർ. അതിന് പ്രധാന കാരണം അമിത്ഷാ അടക്കമുള്ളവര് പേഴ്സണലായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ് ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ള കാര്യം. പക്ഷേ ഈ പ്രശ്നം പറ്റുന്നത് നമ്മൾ CAA അനുസരിച്ച് അപേക്ഷിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സമ്മതിക്കണം, നമ്മൾ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ അവിടെ നിന്ന് വന്ന കാര്യം പെർസിക്യൂഷനായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവരെല്ലാം 2-3 ജനറേഷനായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെടുത്ത് ഞാനിങ്ങനെ പുറത്തുനിന്ന് വന്നാണെന്ന് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച ഒരു സൈക്കോളജിക്കലി, ഇപ്പൊ നമ്മുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ ഇന്ത്യക്കാരല്ല, നിങ്ങൾ അങ്ങനെ എഴുതി തരികയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരാക്കാമെന്ന് പറയുന്നത് അതൊരു നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ട്. അപ്പൊ അതില്ലാതെ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP-ക്ക് അവിടെ വേണ്ട രീതിയിൽ നേട്ടം ഉണ്ടാവുമെന്ന്. അത് മാത്രമല്ല, ഇവരെല്ലാരും തിരിച്ച് പേര് ചേർത്താലല്ലേ അവർക്ക് വോട്ട് ചെയ്യാൻ ഒക്കുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതാണ് നമുക്ക് അപ്പൊ ഇത് തന്നെയാണ് തിരിച്ച്. പക്ഷെ ഇത് മമതയ്ക്കും ബാധകമാണ്. കാര്യം നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് വളരെയധികം രോഷം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇതിനെക്കുറിച്ച്. ഇങ്ങനെ SIR എന്നൊരു സംഭവത്തെ കുറിച്ച് പൊതുവെ പ്രത്യേകിച്ച് പാവങ്ങളുടെ ഇടയിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ പോയി ഹിയറിംഗ് ഉണ്ട്, അപ്പൊ അന്ന് ശമ്പളം നഷ്ടപ്പെട്ടു. പക്ഷെ പ്രശ്നം പറ്റുന്ന ഈ രോഷം കൊള്ളുന്ന ജനങ്ങള് അവര് തിരിച്ച് അവരുടെ പേര് ഇതിനകത്ത് വന്നാലേ അവർക്ക് അവരുടെ രോഷം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ, ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാജഗോപാൽ, ആ നിലയ്ക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ SIR എന്നത് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയാണോ? ഇപ്പോൾ SIR കൊണ്ടുവന്ന BJP-ക്ക് എതിരെ വോട്ട് ചെയ്യണമെന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ആഹ്വാനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പം അത് ജനങ്ങളെ, അത് ബംഗാളികളെ കാര്യമായി സ്വാധീനിക്കാൻ പോവുകയാണോ? തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഇഷ്യൂ SIR തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് നമുക്കത് പക്ഷെ അത് മുഴുവൻ മമതയ്ക്ക് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നവരോട്. പിന്നെ അതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ എന്നെ പോലെ ഒരു ഹിയറിംഗ് പോയ ഒരാള് തീർച്ചയായിട്ടും അവരുടെ ഇൻസെന്റീവ് മമതയ്ക്ക് വേണ്ടി വോട്ട്. കാര്യം അവരൊരു പേഴ്സണലി ഹരാസ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ തന്നെ ഞാൻ വളരെ ഹേർട്ടാണ് ഈ കാര്യത്തിൽ. എന്റെ അച്ഛന്റെ പേര് കേരളത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ ഇപ്പൊ അഡ്ജുഡിക്കേഷനിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എന്റെ അച്ഛൻ നേതാജിയുടെ എന്റെ അച്ഛന്റെ അച്ഛൻ INA ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു മകനാണ് എന്റെ അച്ഛൻ. അപ്പൊ അദ്ദേഹം ഗാന്ധിയനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരില്ല ഇതിനകത്ത്, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് കൽക്കട്ട വന്നൊരു 3 ആഴ്ചയായിട്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ ഫാമിലിയെയും എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കില്ല. കാര്യം ഗവൺമെന്റ് സംബന്ധിച്ച് അവർ നിയമം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ഈ കാര്യം ഇത് വളരെ വൈകാരികമായ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് ഏറ്റവും വൈകാരികമായ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിനി അഥവാ കിട്ടുകയാണെങ്കിൽ എന്റെ പേര് ചേർക്കപ്പെടുകയാണെങ്കിൽ സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഒരിക്കലും അല്ലെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്യില്ല. ഇനിയിപ്പം ഒരിക്കലും വോട്ട്. അപ്പൊ ഇത് പലരും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഞാൻ കാണുന്നത് വളരെ. അതെ, തീർച്ചയാണ്. അതായത് പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ തന്നെ കഴിയുന്നില്ല, ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക്. ഇനി അതിൽ ഇടം നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സിലൂടെ അണ്ടർഗോ ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു തരം
ഒരു എതിർപ്പും ഒക്കെ തന്നെ അതിൽ ചിലപ്പോൾ Exactly. പ്രകടമാകും അവർക്കൊരു എന്നാണ്. അത് ഒരു നമുക്ക് റാഷണൽ അല്ല എന്ന് പറയാം. നിയമപരമായിട്ട് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മൾ സഹകരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അത് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ കാര്യം നമ്മൾ രണ്ടുപേരും ഞാനും എൻ്റെ ഒരു തൊട്ടടുത്ത 30 വർഷമായിട്ട് അടുത്തിട്ട് താമസിക്കുക. അപ്പോൾ അല്ല എന്റെ വീട്ടിൽ തന്നെ എന്റെ ഭാര്യയ്ക്കും മകനും ഇതുണ്ട്, അവരുടെ പേരുണ്ട്, പക്ഷെ എന്റെ പേരില്ല എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അതുപോലെ ഇപ്പോൾ സമീപകാലത്ത് പെട്ടെന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ CV ആനന്ദബോസ് ഗവർണറെ മാറ്റുന്നു, പകരം RN രവി വരുന്നു. എന്താണ് BJP ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? ഇത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ രാത്രി വളരെ വളരെ ആശങ്കാജനകം എന്ന് പറയുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ചീഫ് സെക്രട്ടറി, DGP, കൽക്കട്ട പോലീസ് കമ്മീഷണർ ശരിക്കും പറയണമെങ്കിൽ ഈ ബംഗാളിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് കൽക്കട്ട പോലീസാണ്. അപ്പൊ കൽക്കട്ട പോലീസ് കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ DGP കാട്ടി ഹൈ പ്രൊഫൈൽ പോസ്റ്റാണ്. ബംഗാളിലെ ഏറ്റവും ഹൈ പ്രൊഫൈൽ പോലീസ് ഫോഴ്സ് കൽക്കട്ട പോലീസ് കമ്മീഷനാണ്. പോലീസ് കമ്മീഷൻ ഇതിനു മുമ്പ് മാറ്റിയിട്ടുണ്ട്, പക്ഷെ ചീഫ് സെക്രട്ടറി ആദ്യമായിട്ടാണ് മാറ്റുന്നത്. അപ്പൊ എൻറ്റയർ അഡ്മിനിസ്ട്രേഷനെ ഇന്നലെ രാത്രി ഇലക്ഷൻ കമ്മീഷൻ മാറ്റി. എന്നിട്ട് പക്ഷേ അതിന്റെ വേറൊരു മറുവശം പറയേണ്ടത്, അതിനിപ്പം തിരിച്ചിപ്പോ GDP ആയിട്ട് വന്നിട്ടുള്ള ഒരു DGP ആയിട്ട് വന്നിട്ടുള്ള ഒരു SN ഗുപ്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല ഓഫീസറാണ്. അദ്ദേഹം ഡാർജിലിംഗിൽ പണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ മമത ഓഫീസറാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഇതിൽ പലരും നിഷ്പക്ഷരാണ് എന്നൊരു റെപ്യൂട്ടേഷൻ ഉള്ളവരാണ്. അപ്പൊ നമുക്ക് ഈ വ്യക്തിപരമായി ഇവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഇലക്ടഡ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത, പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി ഒരു വനിതയായിരുന്നു, അവരെ ഇങ്ങനെ പെട്ടെന്ന് സമ്മർലി മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് സെൻഡ് എ ഗുഡ് സിഗ്നൽ. അത് സാധാരണ രീതിയിൽ ഇനി ഗവൺമെന്റ് വേറെ വല്ലതും പ്ലാൻ ചെയ്യണമെന്നൊക്കെ, കേന്ദ്രം പ്ലാൻ ചെയ്യണമെന്നുള്ള സംശയത്തിന് ഉള്ള വഴി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അതും നമ്മൾ ഗവർണർ ഇതും കൂടെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു സെൻട്രൽ റൂൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഡൽഹിയിലുള്ളവരുടെ കൺട്രോളിലായിരിക്കും ബംഗാൾ ഇലക്ഷനിലോട്ട് പോകുന്നത് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ RN രവി ചുമതല ഏറ്റ ശേഷം ആ നിലയ്ക്ക് സൂചന നൽകുന്ന എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ട്. ആദ്യത്തെ ദിവസം മമത പോയിരുന്നു, സ്വേറിംഗിനെല്ലാം പോയിരുന്നു. അവര് തമാശ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇത് ദാറ്റ് ഡസന്റ് മീൻ എനിത്തിങ്. കാര്യം RN രവി അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇത് പലപ്പോഴും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയില്ല എന്താണ്. ഇതുവരെ ഒന്നും അത് ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാവുന്ന കാര്യം, ഇപ്പോൾ 2016 3 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞ BJP 2021 77 സീറ്റിലേക്ക് വളരുന്നു. അവർ മുഖ്യ പ്രതിപക്ഷമായി മാറുന്നു. ഇത്തവണ കഴിഞ്ഞ തവണ തന്നെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ അത് സാധിച്ചില്ല. ഇത്തവണ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം അനുകൂലമാണ് BJPക്ക് അവിടുത്തെ സാഹചര്യം? നമ്മൾ ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഒരു അരിത്മെറ്റിക് ലെവലിൽ നോക്കിയാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാലും BJP ഇത്തവണ അധികാരം പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 അല്ലെ 2021 നേരത്തെ പറഞ്ഞ അസംബ്ലി ഇലക്ഷൻ, പ്രമോദ് പറഞ്ഞ അസംബ്ലി ഇലക്ഷൻ, പിന്നീട് 2024 ലോക്സഭ ഇലക്ഷൻ, അത് കഴിഞ്ഞ് ഇപ്പോ അപ്പൊ നമ്മൾ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഗ്രൗണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ആകെ വന്നിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനമായ മാറ്റം ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റമാണ്. അത് വളരെ ഇടക്കാലങ്ങളിൽ വളരെ എന്താ വിമർശിക്കേണ്ട രീതിയിൽ തന്നെ വളരെ ലോ ലെവൽ ഡിസ്കോഴ്സ് ആയിട്ട് BJP അതിനെ പലതവണ ഉപയോഗിക്കാൻ ശ്രമിച്ചു. BJP മാത്രമല്ല, സംഘപരിവാറിന്റെ റൈറ്റ് വിങ് ഫോഴ്സസ്, അതായത് ഏത് നിമിഷവും കൽക്കട്ടെ, ഇതെല്ലാം പ്രൈവറ്റ് കോൺവെർസേഷൻസ് ആണ്. അവർ അല്ല പരസ്യമായിട്ട് ചെയ്യുന്നില്ല. ഏത് നിമിഷവും കൽക്കട്ട ഢാക്കയിൽ നിന്ന് അവർ ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വന്ന് കൽക്കട്ട പുതിയ ക്യാപിറ്റലാക്കി, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാക്കും. അങ്ങനെ ആ ഒരു നെറേറ്റീവ് വളരെ ശക്തമായി വന്നെങ്കിലും
പിന്നീട് ആ ബംഗ്ലാദേശിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയും അതിനുശേഷം ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ചെറിയ നയതന്ത്ര ബന്ധങ്ങൾ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ആ ഒരു ഇത് ഒരു നറേറ്റീവ് ഇപ്പൊ ഞാൻ അങ്ങനത്തെ അങ്ങനെ കേൾക്കുന്നില്ല. പക്ഷെ എനിക്ക് തീർച്ചയായും ഇലക്ഷൻ തൊട്ട് മുമ്പ് അത് വീണ്ടും ആളി കത്തിക്കാൻ ശ്രമിക്കും. കാര്യം BJPക്ക് ഏറ്റവും ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അത് മാത്രമാണ് ഗ്രൗണ്ട് മാറിയിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് മാറിയിട്ടുള്ളത് ആർജിക്കർ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ റേപ്പ് ചെയ്യുകയും മർഡർ ചെയ്യുകയും ചെയ്തു ആ കേസ്. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു BJPയെ കാട്ടി അതിനകത്ത് അപ്പർ ഹാൻഡ് ഉള്ളത് CPM-നാണ്. കാരണം CPM അതിന്റെ ആ ഒരു മൂവ്മെന്റ്, ആളുകളുടെ മൂവ്മെന്റിന്റെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുകയും അന്ന് അതിന് നേതൃത്വം ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത 4 പേരും ഇത്തവണ ഇലക്ഷൻ അവർ നിർത്തുന്നുണ്ട്. അതിൽ 3 പേര് ചെറുപ്പക്കാരാണ്. ഒരാൾ പഴയ മേയർ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ, അതുകൂടെ ദീപ്ഷിക, പിന്നെ അങ്ങനെ 3 പേരും കൂടെ. അപ്പൊ അവരുടെ ആ പ്രൊട്ടസ്റ്റിന്റെ മുൻപന്തിൽ നിന്നവർക്ക് CPM എനിക്ക് തോന്നുന്നു ലോ ആൻഡ് ഓർഡർ തന്നെയായിരിക്കും അവരുടെ മെയിൻ. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. ബംഗ്ലാദേശ് ഒരു ഇഷ്യൂ അല്ല, അത് അവർ കൺട്രിയുടെ ഇഷ്യൂ ആണ്. പക്ഷെ ലോ ആൻഡ് ഓർഡർ ഒരു സീരിയസ് പ്രോബ്ലം ആണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ തൊഴിലില്ലായ്മ എന്നുള്ള ഒരു ഇഷ്യൂ. പക്ഷെ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ചർച്ചയോ ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ തൊഴിലില്ലായ്മ വെച്ച് ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ആന്റി ഇൻകംബൻസി ഉണ്ടോ എന്ന് പറയാൻ ഉള്ള കാര്യം, തൊഴിലില്ലായ്മ പ്രശ്നം വെച്ചാൽ മമത ഉണ്ടാക്കിയതല്ല തൊഴിലില്ലായ്മ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അത്. പക്ഷെ മമതയെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ നമുക്ക് വിമർശിക്കുമ്പോൾ മമത അത് കുറയ്ക്കാൻ വേണ്ടി ഒന്നും കാര്യമായി മമതയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാര്യം മമതയുടെ ആന്റി ഇൻഡസ്ട്രി ഇമേജ് ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ്, അത് മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും കൊടുക്കുക, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ മമത ഇപ്പം ഒരു സ്കീം ഇവിടെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന തൊഴിലില്ലായ്മ വേതനം ഇവിടെ അതിന് യുവശക്തി എന്നും പറഞ്ഞ് ഒരു സ്കീം തുടങ്ങിയപ്പോൾ അത് 21 തൊട്ട് 40 വയസ്സുള്ളവർക്ക് മാസം 1500 രൂപ വെച്ച് കൊടുക്കുക എന്നുള്ള, അതാണ് എന്റെ ബേസിക് സ്കീം. വേറെ ഒരു ഇതൊക്കെ പറയുന്നു. അപ്പൊ ഈ സ്കീം വന്നപ്പോ വളരെ പോപ്പുലർ ആണെന്നുള്ള ഇത് വന്നു, ഭയങ്കരമായിട്ട് ഇത്. പക്ഷെ അത് പോപ്പുലർ ആവുന്നത് ഏകദേശം 80 ലക്ഷം പേരാണ് അതിന് ആ സ്കീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആണ് തൃണമൂലിൽ പറയുമ്പോൾ അതിന്റെ മറുപുറം ഇത്രയും പേർക്ക് കാര്യം തൊഴിലില്ലാതെ അതിന്റെ അങ്ങനെ ഒരു ഡാർക്ക് സൈഡും കൊണ്ട് ഉണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ ഇത് മമത തീർച്ചയായിട്ടും ഈ സ്കീം സഹായിക്കുന്നുള്ളൂ. അതുപോലെ ലക്ഷ്മി ഭണ്ഡാർ എന്ന് പറഞ്ഞ വനിതകൾക്ക് വേണ്ടി അതും വളരെ സക്സസ്ഫുൾ ആണ്. അതും എനിക്ക് തോന്നുന്നു 1200 രൂപ 1000 രൂപ മാസം കൊടുക്കും. ഇതെല്ലാം നേരത്തെ ഉള്ള സ്കീം. ഇത് യുവശക്തി പുതിയ സ്കീമാണ്. അപ്പോ ഈ വെൽഫെയർ രീതിയിൽ മമതയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. മമതയ്ക്ക് തന്നെയാണ് മുൻകൈ ആ വെൽഫെയർ സ്കീംസ്. അതുപോലെ മമത പറയുന്നത് ഏകദേശം 84-85% ആളുകളെ മൊത്തം ബംഗാളിൽ 85% ആളുകൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കീമിന്റെ ബെനിഫിഷ്യറി ആണെന്ന്. അപ്പൊ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പം അതവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ എല്ലാവരും ഈ വൈകാരികമായ ഇഷ്യൂസ് ആണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മമതയ്ക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ SIR എങ്ങനെ ഇത് ഏത് രീതിയിൽ ഇതൊരു ഡബിൾ എഡ്ജഡ് സോർഡാണ്. ആരെ ഏത് രീതിയിൽ മുറിവേൽപ്പിക്കുന്ന നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഇതാണ്. അത് കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വളരെ ശക്തമായി നിൽക്കുന്നു, BJPയും മറുവശത്ത് ലെഫ്റ്റും കോൺഗ്രസും, ഒരുപക്ഷെ ലെഫ്റ്റും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒന്നിച്ച് ചേർന്ന 2016 നമുക്ക് മറക്കാം. ഇനിയിപ്പോൾ അവർ രണ്ടു കൂട്ടരും വെവ്വേറെ തന്നെ നിൽക്കുന്നു എന്നത് മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ BJPക്ക് സ്വന്തം നിലയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾക്ക് ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 38.1% അവർക്ക് ലഭിച്ചത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 40% മേലെ പോയി. കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആ നിലയ്ക്ക് അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭരണത്തിലെത്താൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണത്തിലെത്താൻ കഴിയണമെങ്കിൽ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള വോട്ടിന് പുറമെ ഒരുപക്ഷെ ലെഫ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്, ഈ ഭരണത്തിനെതിരെ നിൽക്കുന്ന മറ്റ് പാർട്ടികളുടെയും കൂടി വോട്ടുകൾ അവർക്ക് ആവശ്യമാണ്. ആ നിലയ്ക്കൊരു സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടോ? ഇടതിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെയുള്ള വോട്ടുകൾ സമാഹരിക്കാനുള്ള സ്ട്രാറ്റജി അവർ മുന്നിൽ കാണുന്നുണ്ടോ രാജ്? എന്റെ ഫീലിംഗ് ലെഫ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അവർ കിട്ടുന്നതെല്ലാം കിട്ടുക, അത് ഓപ്റ്റിമലായി. ഇനി എനിക്ക് തോന്നുന്നില്ല അതിൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. അപ്പൊ ഇവരെപ്പോഴും പ്രധാനമായും ശ്രമിക്കുന്നത് തൃണമൂലിനകത്തുള്ള ഹിന്ദു വോട്ട്സ് കിട്ടുക എന്നുള്ള
അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശ്രമം. പ്രത്യേകിച്ച് ഇപ്പൊ കൽക്കട്ട പോലൊരു സ്ഥലത്ത് തൃണമൂൽ വളരെ സ്ട്രോങ് ആണ്. തൃണമൂല് പക്ഷേ അപ്പൊ തൃണമൂല് മുസ്ലിം വോട്ട്സ് എന്തായാലും BJPക്ക് കിട്ടൂല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അവരുടെ ഹോപ്പ് ഹിന്ദു. അപ്പൊ ഇതിന് ഒരു നരേറ്റീവ് ഞാൻ പറയും, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവര് അണ്ടർ കറന്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഉപരി ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എടുത്ത് പലരും ഒരു 15 വർഷം മുമ്പ് നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല. കാര്യം ഒരു ബംഗാളി ഭദ്രലോകം എന്ന് പറഞ്ഞാൽ അവരുടെ ഭദ്രലോകത്തിന്റെ ഇമേജ്, ഭദ്രലോകം നമ്മൾ പറയും ഈ നമ്മുടെ എന്താ പറയുക, ഈ വായന ഇഷ്ടമുള്ളവരും കവിത പാടുന്നവരും സത്യത്രയുടെ സിനിമ മാത്രം കാണുന്നവരും അങ്ങനെയുള്ള ഒരു പ്രത്യേക അവരെ സംബന്ധിച്ചോളം ഞാൻ ഇറങ്ങിയത് ഞാൻ 90 ബംഗാളിൽ വന്നത്. അപ്പൊ അവര് മിക്കവാറും 90% ഇടതായിരിക്കും, അല്ലെങ്കിൽ ഇടതിനെ എതിർക്കുന്ന ഇടതിനേക്കാൾ ഇടതായിട്ടുള്ളവർ വോട്ട് ചെയ്യാത്തവരോ അങ്ങനെ ആയിരിക്കും. ഇടതിന്റെ ഇതിനോട് യോജിക്കാത്തത് വോട്ട് ചെയ്യാം. പക്ഷെ അവർ ഒരിക്കലും കോൺഗ്രസിനെ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. കോൺഗ്രസിനെ പോലും അങ്ങനെയുള്ള പലരും ഇന്ന് BJPയെ ഓപ്പൺലി അവര് സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ അതിന് പല ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്ന് വിശാല ഹിന്ദുത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ബംഗാളികള് എന്തോ ഒരു പ്രത്യേക ഇതാണെന്നുള്ളൊരു ഇത് തെറ്റായ ഇതാണ്. അങ്ങനെയല്ല. ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ പോലെ തന്നെയാണ് ബംഗാളികൾ. അതായത് ബംഗാളി എക്സെപ്ഷണലിസം എന്നും പറഞ്ഞ് ഇടയ്ക്ക് ഇന്റലക്ച്വൽസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ബംഗാളികളുടെ ഈ എക്സെപ്ഷണലിസം, അതായത് ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാറി കൊണ്ടാണ് ബംഗാളിന് പുരോഗതി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ചിന്തിക്കുക എന്ന് ചോദിക്കുമ്പോൾ വളരെ മൗഢ്യമായ ഉത്തരങ്ങളാണ് ഇവർ പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ റോഡ് ഉണ്ടാകുന്നു, മറ്റു സ്ഥലങ്ങളിൽ അപ്പൊ പാലവും റോഡും അല്ലാത്ത മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതിനെ കുറിച്ച് അവർ ഈ പറയുന്നവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഉത്തർപ്രദേശോ മറ്റു സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ പണിയാനും മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെ ഒറീസയില് ക്രിസ്ത്യാനികളെ ആക്രമിക്കാം, അതേപോലെ അതൊന്നും ബംഗാളിൽ സംഭവിക്കുന്നില്ല എന്നുള്ള അതെല്ലാം പണ്ട് അവർ വളരെ വളരെ പ്രൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. അങ്ങനെയുള്ളവർ തന്നെ ഇപ്പോ പലരും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ്. കേരളത്തിൽ നമ്മളൊരു 15 വർഷം മുമ്പ് BJP അക്സെപ്റ്റബിൾ അല്ലാത്ത പല ഫാമിലീസും ഇന്ന് സംസാരിക്കും. അതൊരു അല്ല, രാജ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പിന്നെ ചുവപ്പ് പച്ച പിന്നെ കുങ്കുമം അതിലേക്ക് ഓറഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു വശത്ത് എന്നുള്ളതാണ്. അപ്പോഴും പക്ഷേ അപ്പോഴും എൻ്റെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയന് മൂന്നാമതൊരു ഊഴം ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യമൊക്കെയാണല്ലോ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. എത്ര ഊഴം വേണമെങ്കിലും മുഖ്യമന്ത്രി ആകാൻ തയ്യാറാവുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി എന്ന നിലയിൽ അവരെ കാണുന്നു. എന്താണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുടെ ഒരു USP? തീർച്ചയായിട്ടും അത് പാവങ്ങളുടെ പ്രതിനിധിയാണ് അവര്, യാതൊരു സംശയവുമില്ല. അതിൽ പറയാനോ അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കാനോ എടുത്തു ചാടാനോ അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ പലരും അത് കാപണ്യമാണ്, അതാണ് അവര് ഈ ഹവായി ചപ്പൽ ധരിക്കുന്നതൊക്കെ ഇങ്ങനെ ഇമേജിന്റെ ഇതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ വൈഡർ ആളുകൾ അങ്ങനെയല്ല, അവരത് ശരിക്കും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ മമതയുടെ അടുത്ത് ഒരിക്കലും നേരിട്ട് ദൂരം എന്ന് കണ്ടിട്ടേ ഉള്ളൂ. മമതയുടെ എനർജി പാവങ്ങളുടെ കാണുമ്പോൾ, സാധാരണ ജനങ്ങളെ കാണുമ്പോൾ മമതയുടെ ഒരു എനർജി അത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ. അവർ ശരിക്കും ഈ നമ്മളെ ഇടയിലോട്ട് ഇങ്ങനെ എടുത്ത് ചാടുക എന്ന് പറയില്ല, അങ്ങനെ അതൊരു എനിക്ക് അങ്ങനെ കാപട്യമായിട്ട് തോന്നില്ല. അത് ജെന്യുവൻ അഫെക്ഷൻ ആയിട്ടാണ്. അതായത് ആളുകളോട്ടുള്ള ഇപ്പൊ ഒരു നമ്മളിങ്ങനെ നമുക്ക് ഈ സിംബലിസത്തിൽ കൂടെ അല്ലാതെ നമുക്ക് അത്ര ആക്സസ് ഇല്ല അറിയാനായിട്ടുള്ള ചെറിയ ഇങ്ങനെയുള്ള ജസ്റ്റിസ്. ഇപ്പൊ ഒരു കല്യാണത്തിന് മമത വരികയാണെങ്കിൽ അവർ ആദ്യം വിളമ്പുന്നവരടുത്തെല്ലാം നിങ്ങളെല്ലാം കഴിച്ചോ, അവർ കഴിച്ചിട്ട് അവർ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ഇതെല്ലാം ഗിമ്മിക്കാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ വളരെ ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആളുകൾ ചിരിക്കുകയും അവരുടെ ഭാഷയെ കളിയാക്കുകയും അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു. പക്ഷെ മമതയ്ക്ക് പ്രശ്നമല്ല. മമത വളരെ ഒരു മടിയും കൂടാതെ ആരെടുത്തും ഇംഗ്ലീഷ് പറയും. മമതയ്ക്ക് അതിന് യാതൊരു പ്രശ്നവും. ഇതിപ്പോ ആരെയും ഭയക്കേണ്ട കാര്യമല്ലോ അവർക്ക്. കാര്യം അവര് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ജനങ്ങളുമായിട്ടുള്ള കണക്ട് തന്നെ. അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്, ഇത്രയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ് ഉള്ളൊരു ലീഡർ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ അന്ന് കണ്ടില്ലേ, അവർ തന്നെ പോയി വാദിക്കുക, പിന്നെ ED റെയ്ഡ് ചെയ്യാൻ വരികയാണെങ്കിൽ അവരതിനു മുമ്പ് റെയ്ഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ പൊളിറ്റിക്കൽ അവരുടെ ഇൻസ്റ്റിങ് ഭയങ്കര ഇൻസ്റ്റിങ് തന്നെയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു
വിശ്വാസം, അവരിൽ ന്യൂനപക്ഷങ്ങൾ അർപ്പിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം അർപ്പിക്കുന്ന ആ വിശ്വാസം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പിന്നെ വഖഫ് ബില്ല്, ഭേദഗതി ബില്ല് വന്ന സമയത്തൊക്കെ അതിനെതിരായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളും ഒക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഫൈനലി രാജ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ആർജിക്കർ ഇഷ്യൂവിലൊക്കെ ലെഫ്റ്റ് വളരെ ശക്തമായി തന്നെ പ്രൊട്ടസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അവർ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ലെഫ്റ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്താണ്? എന്റെ ഒരു അസസ്മെന്റ്, ഇത്തവണ കോൺഗ്രസുമായിട്ട് ലെഫ്റ്റ് കുറെ നാളുകൾക്ക് ശേഷമാണ് തനിച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ഷൻ. എന്നാലും ചിലർ പറയുന്ന ചില അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നാണ് ചില സീറ്റുകളിൽ കോൺഗ്രസുമായിട്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ലെഫ്റ്റിന് അങ്ങനെ അത് തന്നെയാണ്, അവരത് സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്വയം കണ്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലെഫ്റ്റിന്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെ അതാണെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ ഈ ഇലക്ഷനിൽ അവർ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരുടെ ശരിക്കും ആക്ച്വൽ എന്താ, നേരത്തെ ഇതുവരെയുള്ള കോൺഗ്രസിന് മാൽഡ പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് വോട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതും കൂടി ഇതിനോട് കൂടിക്കഴിയുമ്പോഴേക്കും പെർസെൻറ്റേജ് സ്ക്യൂഡ് ആവും. നമുക്ക് ലെഫ്റ്റ് മാത്രം അലയൻസ്, അങ്ങനെ അലയൻസ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തവണ സ്വയം കഴിയണ അവരുടെ യഥാർത്ഥ ഇത് മനസ്സിലാകുകയും പിന്നെ അത് വെച്ച് റീബിൽഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആവശ്യമുണ്ട്. അതവർ ചെയ്യുമോന്ന് അറിയില്ല. അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് കൽക്കട്ടയിൽ അത് അത്ര വിസിബിൾ അല്ല. ഇനി റൂറൽ ബംഗാളിൽ എനിക്കറിയാം, ഞാൻ സഞ്ചരിച്ചിട്ടില്ല. കൽക്കട്ടയിൽ അങ്ങനെ വിസിബിൾ അല്ല ലെഫ്റ്റ്. വളരെ നന്ദി രാജഗോപാൽ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ടെലിഗ്രാഫ് പത്രത്തിൻ്റെ മുൻ എഡിറ്റർ ആർ രാജഗോപാലാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ നമ്മോടൊപ്പം ചേർന്നത്. വളരെ നന്ദി. താങ്ക് യു.